ഹായ്, ഇതാ ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നേ. ഒരു ഫ്രണ്ടിന് പോയി ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ ഇത് ലൈറ്റ്? ഞാൻ വീഡിയോ എടുക്കാത്തത്. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ ഒരു മൂഡിൽ ഇങ്ങനെ വരുമ്പം ലൈറ്റ് സെറ്റാവില്ല. പറഞ്ഞു വന്നത്, നമുക്കൊരു ഫ്രണ്ടിന് പോയി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്താലോ? ഇപ്പം സമയം 10:30, പക്ഷെ നമുക്ക് 12 മണിയാണെന്ന് വിചാരിച്ച് പോയി വിഷ് ചെയ്യാം. അതെന്തിനാ 12 മണിയാണെന്ന് വിചാരിച്ച് വിഷ് ചെയ്യുന്നത്? എന്നാൽ പിന്നെ 12 മണിക്ക് പോയി വിഷ് ചെയ്താൽ പോരെ? വയ്യ, പഴയ പോലെ സ്റ്റാമിനയൊന്നും ഇല്ല 12 മണി വരെ എണീറ്റിരുന്ന് വിഷ് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പോയി വിഷ് ചെയ്തിട്ട് തരാം. പിന്നെ അണിഞ്ഞൊരുങ്ങാനൊന്നും നിൽക്കുന്നില്ല, നൈറ്റ് ഡ്രസ്സിൽ തന്നെ പോയിട്ട് തരാം. അപ്പോൾ ബാ, ലെറ്റ്സ് ഗോ. 10:00 ഇറങ്ങാം എന്ന് പറഞ്ഞിരുന്ന ഞാനിപ്പം ഇറങ്ങുന്നത് 10:40. എൻ്റെ വണ്ടി ഞാൻ എടുത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനുള്ള വണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു സമയമായി. വണ്ടി വന്നത് ചുമ്മാതല്ല, ഒരു ലോഡ് ആളെയായിട്ടാണ്. ബർത്ത്ഡേ ഗേളിന്റെ വീട് വലിയ ദൂരമൊന്നും ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ചെറിയ കുട്ടി. ഹാപ്പി ബർത്ത്ഡേ. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ പാതിരാത്രിക്കാണ് കേക്കുമായിട്ട് കയറി വന്നത്. ഈ കുടുംബത്തിലെ ഒരു കൊച്ചിന്റെ പിറന്നാളല്ലേ, ആചാരങ്ങൾ നമ്മൾ മാറ്റാൻ പാടില്ലല്ലോ. എല്ലാരും നൈറ്റ് ഡ്രസ്സിലായോണ്ട് ഇതിപ്പോ കണ്ട ആൻമരിയുടെ ബർത്ത്ഡേ ആണെന്ന് നമ്മളൊക്കെ വിചാരിക്കും, പക്ഷെ അല്ല. പിന്നെ സൂസിയുടെ വക കുറച്ച് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതാ ബാക്കിയുള്ള ആൾക്കാരും എത്തിയിരിക്കുകയാണ്. ജോസും ഇല്ല, അതൊരു പരിപാടിയില്ല. പണ്ട് പള്ളിയിൽ അച്ഛനോ കപ്പിയാരോ അങ്ങാണ്ടാവാൻ വിട്ടതാ, അതുകൊണ്ട് അവന്റെ എല്ലാ പാട്ടിലും ഇങ്ങനത്തെ ഒരു താളവും ശ്രുതിയൊക്കെ. പലരും 25 പറയുമെങ്കിലും അടിപൊളി. സാമി ഈസ് ടേണിംഗ് 47 ടുഡേ. എല്ലാ തല്ലിപ്പൊളിക്കും കൂടെ നിൽക്കുന്ന ചേച്ചിയാണ് ചേച്ചി. അടിപൊളിയാണെന്ന് പറയാൻ ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. സാമി ഈസ് നോട്ട് ഓൺലി എ ഗുഡ് ഫ്രണ്ട്, ഓൾസോ എ ഗുഡ് മെന്റർ. ചേച്ചിയോട് കുറച്ചു നേരം സംസാരിച്ചാൽ തന്നെ നമുക്ക് മോട്ടിവേഷനും ഓജസും തേജസും ഒക്കെ കിട്ടും. ചേച്ചിയായിട്ട് എത്രയ്ക്ക് ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിലും സാമി ഈസ് സോ അടിപൊളി ദാറ്റ് ആ ഏജ് ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യത്തില്ല. ഏജിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും എല്ലാവരും ജോസ്മോന്റെ നേർക്ക് തിരിഞ്ഞു. ഞങ്ങളുടെ മധുര 17 പോലും തികയാത്ത ചെറുക്കനാ. കേക്കൊക്കെ മുറിച്ച് പ്രായത്തിന് ഡിസ്കഷനൊക്കെ ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും രവാനായി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സാമിക്കൊരു ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും പറയുക. ടാറ്റ, ബൈ ബൈ.